ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ചുരക്ക കൊണ്ട് ഒരു കൂട്ടുണ്ടാക്കാൻ പോവുകയാണേ. ഇതിന് കൂട്ടെന്നും താളിപ്പെന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഈ ചുരക്കയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചുരക്ക ഒന്നിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയത്, സവാള ഒന്ന് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, സാമ്പാർ പരിപ്പ് വേവിച്ചത് 4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതും നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ കബാബ് മസാല ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കബാബ് മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചിക്കൻ മസാലയോ ഇല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാം കേട്ടോ. മസാലപ്പൊടികളൊന്ന് വഴന്നതും നമുക്കിതിലേക്ക് ചുരക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ചിടണേ. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചുരക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുരക്കാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോറിലിട്ട് ഇളക്കി നമുക്ക് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് രുചിയുള്ള ഒരു കൂട്ടാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.